ആലപ്പുഴ പുന്നപ്രയിൽ അമ്മയുടെ ആൺസുഹൃത്തിനെ ഷോക്കടിപ്പിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ എസ്.പിയുടെ പ്രതികരണം. നോർമലി രണ്ടുപേരും ഒന്നിച്ചൊരു ഫിഷിംഗ് നടത്തിയ സമയത്ത് അതിലൊരാൾ വലിച്ചു പോയേക്കാവാം, അത് ആദ്യം സംശയിച്ചത് അങ്ങനെയായിരുന്നു. പിന്നീടാണ് ഈ അന്വേഷിച്ചപ്പോഴാണ് ലോക്കൽ ഇൻവെസ്റ്റിഗേഷനിലാണ് ഇങ്ങനത്തെ ഒരു ഹിസ്റ്ററിയും ഈ ഒരു എലിമിനേഷനും അതിൻ്റെ ആവശ്യവും ഇവിടെ ഉണ്ടായിരുന്ന കുറച്ച് മറ്റേ ഇവരുടെ ആൻറ്റിസിഡൻസ് ഇവിടെ ജീവിച്ചിരുന്ന രീതി അതൊന്നാണ് പിന്നെ നമ്മൾ ഈ കേസിലേക്ക് ഡയറക്ഷൻ. അയാൾ ചാലഞ്ച് ചെയ്തിട്ടുണ്ട്, പ്രതി അയാളെ ചാലഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് റിലേഷൻ അറിയാലോ, നമ്മൾ ഓൾറെഡി ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്ന ആ റിലേഷനിൽ ഓൾറെഡി പ്രതി അയാളെ ചാലഞ്ച് ചെയ്തിട്ടുണ്ട്. അന്ന് വൈകുന്നേരം തന്നെയാണ് ജസ്റ്റ് ബിഫോർ ഡേ അവർ തമ്മിലൊരു ആൾട്ടർക്കേഷൻ ഉണ്ടായിട്ടുണ്ട്. ഇല്ല, അങ്ങനെ മനസ്സിലായിട്ടില്ല. ഫ്രം ഒരു ട്രൂലി സയന്റിഫിക് എക്സാമിനേഷൻ, സയന്റിഫിക് ആയിട്ടുള്ള ഒരു കേസാണ്. കൺസീലിംഗ്, ഈ മർഡർ കൺസീൽ ചെയ്യുന്നത് ഒഫൻസാണ്. അറിയായിരുന്നു, അവർക്കറിയായിരുന്നു, അച്ഛനും അറിയായിരുന്നു. അത് കൺസീൽ ചെയ്തതിനുള്ള ഒഫൻസ്. കൂടുതൽ വെരിഫൈ ചെയ്യാണ്ട് അമ്മയുടെ അങ്ങനെയാണെന്നാണ് മനസ്സിലാവുന്നത്. അച്ഛൻ്റെ റോളൊന്നും കൂടി കൂടുതൽ അന്വേഷിക്കാണ്, ഒന്നുകൂടെ കാര്യം കൂടി വെരിഫൈ ചെയ്യാണ്ട്. ഇതുവരെ മനസ്സിലായിട്ടില്ല അല്ല. ഓക്കെ, താങ്ക് യു. അന്വേഷിക്കുന്ന സംഘത്തിൽപ്പെട്ട എസ്.പി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. മനീഷ് മഹിപാൽ വിവരങ്ങൾ വച്ചിരുന്നു. മനീഷ്, വൈദ്യുതാഘാതം ഏൽപ്പിക്കാൻ കെണിയൊരുക്കിയ കമ്പിക്കഷ്ണങ്ങൾ തെളിവെടുപ്പിൽ കണ്ടെത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായിരുന്നു യഥാർത്ഥത്തിലുള്ള അമ്മയുടെ ആൺസുഹൃത്തിനെ ഇത്തരത്തിൽ കൊന്നുകളയാനുള്ള മോട്ടീവ് എന്നാണ് പോലീസ് പറയുന്നത്? മനീഷ്, ഈ ആലപ്പുഴ പുന്നപ്രയിലാണ് അമ്മയുടെ ആൺസുഹൃത്തിനെ ഷോക്കടിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി മകൻ കിരണിനെ തെളിവെടുപ്പിനായി അവിടെ സംഭവസ്ഥലത്ത് എത്തിച്ചിരിക്കുകയായിരുന്നു. നേരത്തെ വൈദ്യുതാഘാതം ഏൽപ്പിക്കാൻ ഒരു കെണിയൊരുക്കിയ കമ്പിക്കഷ്ണങ്ങളൊക്കെ തെളിവെടുപ്പിൽ കണ്ടെടുത്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എസ്.പി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. അതിന് കൃത്യമായ മോട്ടീവുണ്ട്, അത്തരത്തിൽ കൊല്ലാൻ കൃത്യമായ കാരണങ്ങളുണ്ട് എന്ന് തന്നെ പറയുകയാണ്. അച്ഛനും അമ്മയും കൂടി പ്രതി ചേർക്കാനുള്ള കാരണം ഈ കൊലപാതകം അല്ലെങ്കിൽ ഈ ക്രൈം അറിഞ്ഞിട്ടും അത് മറച്ചുവെച്ചു എന്നുള്ള കുറ്റത്തിനാണ് അച്ഛനും അമ്മയോട് പ്രതി ചേർക്കാനുള്ള കാരണം. അമ്മയുടെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. അച്ഛൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടി വിശദാംശങ്ങൾ ആവശ്യമുണ്ട് എന്നുകൂടി എസ്.പി പറയുന്നുണ്ടായിരുന്നു. മനീഷ് മഹിപാൽ വിവരങ്ങളും. മനീഷ്, എന്തായിരുന്നു ഈ ആൺസുഹൃത്തിനെ, മാതാവിൻ്റെ ആൺസുഹൃത്തിനെ കൊന്നുകളയാനുള്ള റിയൽ മോട്ടീവ് എന്ന് പോലീസ് പറയുന്നുണ്ടോ? മനീഷ്, ഹാഷ്മി, ഇതിന്റെ കാരണങ്ങളെ പറ്റി പോലീസ് അന്വേഷിച്ചു വരികയാണ്. നിലവിൽ ഇയാൾ കൊടുത്തിരിക്കുന്ന മൊഴി, പ്രതി കിരൺ കൊടുത്തിരിക്കുന്ന മൊഴി തനിക്കുണ്ടായ സമൂഹത്തിലുണ്ടായ നാണക്കേട് സംബന്ധിച്ചാണ്. മാതാവിന് മറ്റൊരു ആളുമായിട്ടുള്ള ബന്ധം, ഇത് സമൂഹത്തിൽ തനിക്ക് നാണക്കേടുണ്ടാക്കി, ഇത് കൊലപാതകത്തിലേക്ക് നയിച്ചു എന്നാണ് ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവി പറയുന്നത്. ഇയാൾ ഈ പ്രതി നേരത്തെ തന്നെ ഈ കൊലപ്പെടുത്തിയ ആളെ ആക്രമിച്ചിരുന്നു. ഇവർ നിരന്തരമായി തർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു. ഈ കഴിഞ്ഞ ദിവസം ഇവിടെ എത്തുന്ന സമയത്തിന് മുൻപത്തെ ദിവസങ്ങളിൽ പോലും ഇവർ തമ്മിൽ ചില വെല്ലുവിളികൾ നടത്തിയിരുന്നു. വീട്ടിലെത്തിയാൽ പിന്നെ ഈ രീതിയിൽ അപായപ്പെടുത്തുമെന്നുള്ള സൂചനകളൊക്കെ തന്നെ ഈ പ്രതി കൊടുത്തിരുന്നു. പക്ഷേ ഇതൊക്കെ തന്നെ ഈ വെല്ലുവിളി അവഗണിച്ചുകൊണ്ടായിരുന്നു വീട്ടിലേക്ക് വന്നു കയറിയത്. പിന്നീട് ഈ കെണി ഒരുക്കിയത്, ഈ വൈദ്യുതാഘാതം ഏൽക്കാൻ വേണ്ടിയിട്ടുള്ള കെണി ഒരുക്കിയതും ആ കെണിയിൽ ഈ പെട്ടുപോവുകയും പിന്നീട് അവശനായി കിടന്ന ഈ മരണപ്പെട്ട ദിനേശിനെ വീണ്ടും 5 മിനിറ്റോളം വൈദ്യുതാഘാതം കൊടുത്ത ശേഷമാണ് അത് മരിച്ചു എന്ന് ഉറപ്പുവരുത്തിയത്. ശേഷം ഈ വീടിന്റെ, ഇതാണ് കൊലപാതകം നടന്ന വീട്, കിരണിന്റെ വീട് ഇതാണ്. ഈ വീടിന്റെ അടുക്കള ഭാഗത്ത് വെച്ചാണ് ഈ വൈദ്യുതാഘാതം ഏൽക്കാൻ വേണ്ടിയിട്ടുള്ള കെണി ഒരുക്കിയത്. കൊലപ്പെടുത്തിയ ശേഷം ഇവിടെ നിന്നും ഇവർ ഒരു 40 മീറ്റർ ദൂരെയുള്ള ഒരു പറമ്പിലേക്കാണ്, ഒരു തരിശായി കിടക്കുന്ന പാടത്താണ് മൃതദേഹം ഈ അച്ഛനും മകനും ചേർന്ന് ഈ ബോഡി അവിടെ കൊണ്ടിടുന്നത്. പക്ഷേ 3 പേർക്കും കൊലപാതകത്തിൽ പങ്കുണ്ട് എന്നാണ്. അതായത് ഈ കൊലപാതക വിവരം മറച്ചു വെച്ചു. ഒപ്പം തന്നെ ഈ കൊലപാതകത്തിന് വേണ്ടിയിട്ടുള്ള അതിനുശേഷമുള്ള സഹായങ്ങൾ ചെയ്തതിനാണ് ഈ അച്ഛനും അമ്മയും ഒപ്പം തന്നെ ഈ പ്രതി കിരൺ 3 പേർക്കെതിരെയും കൊലപാതക കുറ്റം ചുമത്തിയിട്ടുള്ളത്. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് ഇത് സംബന്ധിച്ച് പോലീസിനെ സംബന്ധിച്ച് കെണി, ഈ വൈദ്യുതാഘാതം ഏൽക്കാൻ വേണ്ടിയിട്ടുള്ള കെണി ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള സാങ്കേതികമായി ഉപയോഗിച്ച ഈ കമ്പികളൊക്കെ തന്നെയായിരുന്നു. അത് ഈ പ്രതി ഈ വീടിന്റെ മുൻഭാഗത്തെ ഒരു പറമ്പിലേക്ക് എറിഞ്ഞു കളഞ്ഞു എന്നാണ് മൊഴി നൽകിയിരുന്നത്. പക്ഷേ ഇന്നലെ 2 മണിക്കൂറോളം ഇവിടെ പോലീസ് തെരച്ചിൽ നടത്തി ഈ കമ്പി, വൈദ്യുതാഘാതം ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള
വേണ്ടിയിട്ടുള്ള സർക്യൂട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു കമ്പി ഇവിടെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇവിടെ 2 മണിക്കൂറോളം പരിശോധന നടത്തിയിട്ട് ലഭിച്ചില്ല. ഇന്ന് പക്ഷേ ബോംബ് ഡിറ്റക്ഷൻ ടീം അടക്കം ഇവിടെ എത്തി പരിശോധന നടത്തിയിട്ടാണ് അത്തരത്തിലുള്ള കമ്പികൾ ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുള്ളത്. അത് കോടതിയിൽ തന്നെ ഈ പ്രതി കൊലപാതകം നടത്തി എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട തെളിവാണ്. എന്തായാലും ഇത് തെളിവെടുപ്പ് ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. 3 പേരെയും ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് തന്നെ കോടതിയിൽ ഹാജരാക്കാനാണ് സാധ്യത. മരണമുറപ്പിക്കാൻ വീണ്ടും ഷോക്കടിപ്പിച്ചു എന്നും കിരണിൻ്റേത് ക്രിമിനൽ ബുദ്ധിയെന്നും ദിനേശന്റെ സംസ്കാര ചടങ്ങിനും എത്തിയെന്നുള്ള വിവരങ്ങൾക്ക് പുറത്തു വന്നതാണ്. ഇപ്പോൾ തെളിവെടുപ്പിനായി അവിടെ എത്തിയിരിക്കുന്നു. ഈ ചതുപ്പിൽ പൂഴ്ത്തിവെച്ച ഷോക്കടിപ്പിക്കാൻ ഉപയോഗിച്ച ആ കമ്പിക്കഷ്ണം അടക്കമുള്ള തെളിവുകൾ കണ്ടെടുത്തിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്.